എന്നാ പിന്നെ നമുക്ക് നായര കടയിൽ നിന്ന് ചായ കുടിച്ചാലോ? ചായ. ആ നേതാവേ, DDT പാർട്ടി ഭീകരതക്കെതിരെ ഏതോ സംഗമോ എന്തോ കുന്ത്രാണ്ടോ ഒക്കെ നടത്തുന്ന കേട്ടല്ലോ, അറിഞ്ഞോ? പിന്നെ അതൊക്കെ നല്ലത് തന്നെ. ഇന്ത്യക്കെതിരെ പോരാടുന്നവർക്കെതിരെ ഇന്ത്യക്കാർ തന്നെ അതിനുള്ള മറുപടി കൊടുക്കണം. അതാണ് അതിന്റെ. ഓ, അപ്പൊ നിങ്ങളുടെ പാർട്ടി ഇതുപോലെ വല്ലതും സംഘടിപ്പിക്കുന്നുണ്ടോ? പിന്നെ ഞങ്ങളും അതിനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ്. ഞങ്ങളും ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറെ ചായ എടുക്കട്ടെ? ഞങ്ങള് കഴിക്കാം. പോരാടാൻ ടീമൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ പരിപാടിയെ കുറിച്ച് അറിഞ്ഞു കാണോ? സീറ്റുകാർ വരുന്നുണ്ടല്ലോ. ആകാശവാണിയല്ലേ? പോരാടത്തിനെ ഞാൻ കാണാതിരിക്കുവായിരുന്നു. ഞാനും. എന്തൊക്കെയായി പരിപാടികൾ? അറിഞ്ഞല്ലേ പരിപാടിയെ കുറിച്ചൊക്കെ? പരിപാടി ഞാൻ പറഞ്ഞില്ലേ, നമ്മള് പരമാവധി ആളെ കൂട്ടുക, പിന്നെ രാഷ്ട്രീയം, ജാതി, മതം ഇതെല്ലാം മറന്നുകൊണ്ട് രാജ്യത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പോരാടുക എന്നുള്ളതാണ് ലക്ഷ്യം. RDPയും നിങ്ങളോടൊപ്പം ഉണ്ട്. ഉണ്ടാവണമല്ലോ. ഇത് നമ്മുടെ ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന്റെ പ്രശ്നമല്ലല്ലോ, അതെ, രാജ്യത്തിന്റെ പ്രശ്നമാണല്ലോ. അപ്പോ ചായ കുടിക്കട്ടെ? ചായരെ എടുക്കുന്ന ചായയുടെയും കടിയുടെയും ഒക്കെ എണ്ണവും ആളുടെ പേരും എഴുതി ഇവിടെ വെച്ചേ. അത് ഞാൻ കൃത്യമായി ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു പ്ലാനിങ്. പരമാവധി ആൾക്കാരെ നമ്മളിതിൽ ഒത്തു കൊണ്ടുവരിക എന്നുള്ളത്. ക്ലീറ്റസേ, നിങ്ങളെടുത്ത തീരുമാനത്തോട് RDP പൂർണ്ണമായി യോജിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം, ഈ സമ്മേളനം നടക്കുന്നിടത്തൊക്കെ നല്ല മഞ്ഞക്കൊടിയിൽ വെള്ളരിപ്രാവിന്റെ പടമൊക്കെ വെച്ച് ഇങ്ങനെ സമാധാനത്തിന്റെ ഒരു ചിഹ്നം, അത് നല്ലതാണ്. മഞ്ഞക്കൊടിയില് പ്രാവ് അല്ലേ? അതെ, അത് നല്ലതായിരിക്കും. ഈ കൊടിയും പ്രാവും ഒക്കെ നമുക്ക് വഴി ആലോചിക്കാം. ആദ്യം നമുക്ക് ഈ പരിപാടി നല്ല രീതിയിൽ നടത്താൻ നോക്കാം. അതെ, അതൊന്ന് ആവട്ടെ. അതിന്റെ ഒരു ധാരണകളൊക്കെ ആയിട്ട് നമുക്ക് കൊടിയെ കുറിച്ച് ആലോചിക്കാം. ശരി, ആയിക്കോട്ടെ. അപ്പൊ ഇപ്പൊ എന്തായാലും നമ്മൾ യോജിച്ച് ഇങ്ങനെ ഒരു പരിപാടിക്ക് ഇറങ്ങിയ സ്ഥിതിക്ക് ഞാനും ഒരു ചായ കുടിക്കാം, ഒരു കടിയും കടിക്കാം. അതിന്റെ പൈസ നിങ്ങൾ കൊടുത്താൽ സംയുക്തമായിട്ട്. എന്നാ പിന്നെ എനിക്കും ഒരു ചായ ഒരു കടിയും എടുത്തു.